എഴുത്തോഴും മുമ്പിലെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ മുത്തശ്ശിയെടുത്താണെങ്കിൽ ഗംഗാധരൻ ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ഗംഗാധരൻ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ മുത്തശ്ശിക്കും തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിയുമ്പോഴാണ് ഗംഗാധരനാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് കേട്ടോ. പോയിട്ടാണെങ്കിൽ ഡോക്ടറെ കയറി കണ്ടിട്ടാണെങ്കിൽ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഗംഗാധരൻ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം ബാലേന്ദ്രൻ്റെ കുടുംബക്കാരാണെങ്കിൽ പോലും ആരെയും അങ്ങനെ കയറ്റി കാണിക്കേണ്ട. പിന്നെ ബാലേന്ദ്രൻ്റെ ഭാര്യയാണെങ്കിൽ പോലും ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ബാലേന്ദ്രനിക്ക് കൊടുക്കുന്നെങ്കിൽ ബാലേന്ദ്രനെ കയറി കാണിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, ബാലേന്ദ്രനിക്കാണെങ്കിൽ 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതിൽ 2 ഞങ്ങൾ അഞ്ചോപ്ലാസ്റ്റ് ചെയ്തു, ഒരെണ്ണം സ്റ്റെൻഡ് ഇടാൻ നോക്കിയിട്ടാണെങ്കിൽ നമ്മൾ ബാലേന്ദ്രൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ടാണെങ്കിൽ അതൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തോ അയാൾക്ക് മനസ്സിൽ നല്ല തട്ടിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോഴാണെങ്കിൽ നമ്മളെ ഗംഗാധരനാണെങ്കിലും നല്ല വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പം ഗംഗാധരൻ കയറി നമ്മളെ ബാലേന്ദ്രനെ കാണുന്നുണ്ട് കേട്ടോ. ഗംഗാധരൻ മാലതിയും ബാലേന്ദ്രനെ കയറി കാണുന്നുണ്ട് കേട്ടോ. അവരെന്താ പറഞ്ഞതെന്ന് അറിയത്തില്ല. ഇനി അവരെ കണ്ടപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ഗംഗാധരൻ ഒരുമാതിരി പുച്ഛിച്ച ഒരു ചിരിയോടെയൊക്കെ കൂടി അവരെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ഗംഗാധരനാണെങ്കിൽ മാലതി അടുത്താണെങ്കിൽ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ മാലതി പറയുന്നുണ്ട്, എന്നാലും നമുക്ക് എല്ലാ കാര്യങ്ങളും വൈജയന്തി അടുത്ത് പറഞ്ഞാലോ, ബാലേന്ദ്രൻ എല്ലാം അറിഞ്ഞെന്നൊക്കെയുള്ള കാര്യം വൈജയന്തി അടുത്ത് പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ മാലതി ഇങ്ങനെ പറയുന്നുണ്ട് ഗംഗാധരൻ്റെ അടുത്ത് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ മാറി നിന്നാണെങ്കിൽ നമ്മളെ വൈജയന്തിയാണ് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, ഇവർ മാറി നിന്ന് സംസാരിക്കുന്നതൊക്കെ. അപ്പം വൈജയന്തിക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നിരിക്കുക. വൈജയന്തി ഒഴിച്ചിട്ടാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും കയറി ബാലേന്ദ്രനെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.